അപ്പൊ ഇപ്രാവശ്യം ഞാൻ മെയിനായിട്ട് നാട്ടിലേക്ക് വന്നതിന്റെ കാര്യം തന്നെ നമ്മുടെ ആയിരങ്ങണ്ണി പൂരം കൂടാനായിട്ടാണ്. അപ്പൊ അതെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഇനി ആയിരങ്ങണ്ണി പൂരത്തിന് പോയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണാം. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ മണിയും വന്നിട്ടുണ്ടായിരുന്നേ. ബാൽചാട്ടിന്റെ ഓഫീസ് ഉണ്ടായിരുന്നെ. ബാൽചാട്ടിനെ വിളിക്കാനായിട്ട് മണിയണ്ടം പോയിട്ട് അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പൂരപ്പറമ്പിലേക്ക് പോയേ. മേത്തിക്ക് പോപ്പറിന്റെ പേപ്പർ വന്നപ്പോഴേക്കും കുഞ്ഞിപ്പേടി ഞെട്ടിയിട്ട് എന്താ സാധനം നോക്കി നിൽക്കുവായിരുന്നേ. പൂരം കണ്ട് നേരെ ഇരുട്ടിയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒടുക്കത്തെ ദാഹമായിരുന്നേ. പിന്നെ ഞാനും ചേച്ചി സർബത്ത് കുടിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിട്ട് അപ്പോഴേക്കും. പിന്നെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് അവളുടെ ഫീഡിംഗ് ബോട്ടിലുള്ള കരിക്കും വെള്ളം കൊടുത്തിട്ട് അവളെ അങ്ങനെ നൈസായിട്ട് ഉറക്കിട്ടാ. സത്യം പറഞ്ഞാല് കുഞ്ഞിപ്പന്റെ ചെവി കുഞ്ഞായതുകൊണ്ട് സൗണ്ട് കേട്ടാ വേദനിക്കോന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാത്തിന്റെയും അത്രയ്ക്ക് അടുത്തുനിന്ന് പോയി കണ്ടിട്ടില്ല കേട്ടോ. എല്ലാത്തിന്റെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് അവൾക്ക് ഒരു ഫ്രൂട്ട്സിന്റെ കളിപ്പാട്ടം മേടിച്ചിട്ട് ഞങ്ങള് പിന്നെ ഞാൻ കോളിഫ്ലവർ ബജി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പാനിപ്പൂരിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചുട്ടോ ഞാനും ചേച്ചിയും. കുഞ്ഞിപ്പെണ്ണാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് നല്ല ഇഷ്ടമാണ്. അവള് നല്ല കുട്ടിയായിട്ടിരിക്കട്ടെ. പക്ഷെ ഇതേപോലെ ആളുകൾ ഭയങ്കരമായിട്ട് തിരക്ക് കൂടുകയും ചൂടെടുക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്ത് പിടിക്കൂട്ടോ. അങ്ങനെ 9-9:30 ആയപ്പോഴത്തേനും കിട്ടിയ ഓട്ടോയും പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. വരണ വഴിക്ക് ഇത് പുരാതനയിലെ പട്ടിയാണെന്ന് തോന്നുന്നു ഗൈസ്. വീട്ടിൽ വന്നപ്പോ തന്നെ കുഞ്ഞിപ്പെണ്ണ് പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെ നിരത്തിയിട്ട് കൊടുത്ത് അവൾ ഓരോന്നോരോന്നായിട്ട് കടിച്ചു നോക്കുമായിരുന്നു കേട്ടോ. 10 മണിയായപ്പോഴത്തേനും അച്ഛൻ വന്നിട്ട് പിന്നെ ഞാനും അച്ഛനും കൂടി നേരെ വീണ്ടും പൂരപ്പറമ്പിക്ക് പോയിട്ടാ. വീണ്ടും പൂരപ്പറമ്പിക്ക് വന്നത് അലുവയും പൊരിയൊക്കെ മേടിക്കാനാണ്. വീട്ടിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കൊല്ലത്തേക്ക് കൊണ്ടുപോകാനും വേണ്ട. അത് മേടിക്കാനാണ് വന്നത്. ഇത് എന്റെ ചങ്ക് കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നേ. രണ്ടെണ്ണത്തിനെ ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. വരണ വഴിക്ക് എന്തോ പ്രശ്നം കണ്ടപ്പോ നീ ഇവിടെ നിൽക്ക്, ഞാൻ ദിപ്പ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ഒറ്റ പോക്കാ പോയി എന്നെ റോട്ടിൽ നിർത്തിയിട്ട്. ഈ അരി പൊരി അലുവയും ബലൂണൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാട്ടെ, അച്ഛൻ ഇപ്പൊ വരുന്നു പറഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. പത്രമുള്ള ഗൈസ്, ബൈ ബൈ, സീ യു.